ചേട്ടാ ബില്ല്. ആ നാളെ പള്ളിപ്പെരുന്നാളായിട്ട് നല്ല കച്ചവടമായിരിക്കും അല്ലേ? അങ്ങനൊന്നും പറയാൻ പറ്റില്ല, കച്ചവടമല്ലേ. എന്താ നിങ്ങളുടെ പേര്? ജോർജ്. പോലീസുകാരൊക്കെ സ്ഥിരമായിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാറല്ലേ? അതെ, 4 രൂപ ചേഞ്ച് ഇല്ല. ഒരു കാര്യം ചെയ്യാം. ആവട്ടെ, വേണ്ട, ഞാൻ തീർത്തോളാം. ആ ഇതിലെ പോകുമ്പോഴേ പോലീസ് വണ്ടി പുറത്ത് നിർത്തിയിടുന്നത് കാണാറുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ആഹാ, എന്നാ പോകട്ടെ. ആ ജോർജ് പറ. സാറേ, കടയിൽ ഇപ്പോൾ ഒരാൾ വന്നിരുന്നേ. അയാളുടെ സംസാരത്തിൽ ഒരു പന്തികേട് തോന്നി. ഞാൻ അയാളുടെ ഫോട്ടോ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. സാറേ, ആളെ അറിയോ നോക്കിയിട്ടൊന്ന് പറയണേ. ഒരു സെക്കൻഡേ. ജോർജേ, അത് പണിയാ കേട്ടോ. അത് നീ എത്ര പെട്ടെന്ന് പൈസ ഒന്ന് മാറ്റിക്കോ. സാറേ, ഇത്രയും വലിയ തുക പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാൻ പറഞ്ഞു. നീ ഒന്ന് ആലോചിച്ച് എന്താണേലും കാണിക്കൂ. ആ ഞാൻ എങ്ങനെയെങ്കിലും മാറ്റിക്കോളാം. ഞാൻ വിളിക്കാം അപ്പം. എബ്രാ സാറേ, ഒരു പണി വരുന്നുണ്ടല്ലോ. സാറിപ്പോൾ എവിടെയാ? പെട്ടെന്ന് വാടോ. തുറന്നു കൊടുക്കടാ. എവിടെയാണോ ഓണർ? മുതലാളി അകത്തുണ്ട് സാർ. വിളിക്ക്. ഞാൻ ജോർജ്, ഈ ഹോട്ടലിന്റെ ഉടമയാ. ഈ ക്ലോസ് ബോർഡൊക്കെ തൂക്കി. ഇതിനകത്ത് എന്താ പരിപാടി? ഒരു പരിപാടിയില്ല സാറേ. അതെ, വെപ്പുകാരൻ വരാത്തോട് കച്ചവടം നടക്കില്ല. എന്നാ പിന്നെ ക്ലീനിങ് ആക്കാന്ന് കരുതി. ഞാൻ വിജിലൻസ് ചെയ്യായി ഇക്ബാൽ. ഓ ഇതിനകത്ത് കള്ളപ്പണം സൂക്ഷിച്ചിട്ട് അറിവ് കിട്ടി. അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നാ. ഇവിടെയോ? എന്റെ സാറേ, ആരാ ഇല്ലാ കഥകളൊക്കെ പറഞ്ഞു തന്നേ? അത് ശരി, ഇവിടെ വെക്കാൻ പറ്റില്ല. അല്ല, അങ്ങനെയൊന്നും ഇല്ല. പോയി പെട്ടെന്ന് നോക്കണേ. ചെല്ലേ പെട്ടെന്ന് കവർ ചെയ്യും. മോനെ നിന്ന് എവിടെ വന്ന്? അതൊക്കെ പോവാൻ നിന്ന്. എവിടെ നിന്റെ സ്ഥലം? എവിടെ? നല്ല മൊബൈലാണല്ലോ. ഉണ്ണി, ഇത് കയ്യിൽ വയ്ക്ക്. നിന്റെ സ്ഥലം എവിടെ? എവിടെ? അടുത്ത പോകണോ? ചിറ്റൂര്. ചിറ്റൂർ. ഇരിക്കും സാറേ. ഇരുത്തണ്ട. ഞങ്ങൾ ഇരുന്നോളാം കേട്ടാ. നോക്ക് ഉണ്ണി, പെട്ടെന്ന് നോക്ക്. എന്തായി? വച്ച് നോക്കിക്കൊണ്ടിരിക്കുക. വിളിക്കാം. സുരേഷ്, എന്തായി? ഇവിടെ ഒന്നും കണ്ടില്ല സാറേ. ഒന്നുമില്ല സാറേ. ഉണ്ണി, കിട്ടിയോ? ഒന്നുമില്ല സാർ, ഇവിടെ എല്ലാം നോക്കി. ഒന്നുമില്ല. സുരയ്ക്ക് തെറ്റിയോ? ആ മനോജിന്റെ അടുത്ത് പറഞ്ഞേക്ക്. അവൻ എവിടെ കൊണ്ടു പൂഴ്ത്തിയാലും ഞാൻ പൊക്കോന്നു. ഫോൺ കൊടുത്തേക്കടോ. സാറേ, ഒരു ചായ കുടിച്ചിട്ട് പോവാം. ക്ഷീണിച്ചതല്ലേ? വേണ്ടേ? അമ്മര് മാറ്റിയാടോ സാധനം. കേറ്. ജോർജേ, ഇടോ, എന്റെ കാര്യം മറന്നു നോക്കണം. അതോടാ തരാമടോ. ആദ്യം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. ഇനി എന്തോന്ന് തീരുമാനം ഉണ്ടാക്കാനോ? എന്റെ കയ്യിലോട്ട് വന്നല്ലേ തനിക്ക് തരാൻ പറ്റൂ. തനിക്ക് എന്തെങ്കിലും കിട്ടിയാലേ എനിക്ക് വല്ലതും തരുള്ളൂ എന്ന് പറയുന്ന ഒരു തരം ഞൊണ്ടിയാട്ടോ. ഫിലിപ്പേ, അലമാര കയറ്റി ഇവിടെ നോക്ക്. പറഞ്ഞ പണിയേ. ചെല്ല്. എന്തടോ എന്ന കളി കളിക്കുന്ന? ഒന്ന് വലിച്ചു വായി കെട്ട്. എവിടെന്നെങ്കിലും കിട്ടിയ ഇൻഫർമേഷൻ ആയിട്ട് വന്നോളൂ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? പിന്നെ നിങ്ങൾ ശരിക്കും നോക്കിയിട്ടുണ്ടാവില്ല. ഞാൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇൻഫർമേഷൻ ആണെന്നറിയോ? ഏടോ, ഇത് തെറ്റാണെന്ന്. അവിടെ അന്വേഷിക്കാൻ ഒരു സ്ഥലവിന് ബാക്കിയില്ല. കക്കൂസ് അടക്കാൻ അന്വേഷിച്ച മനസ്സിലായോ? പണവും കുണവും ഒരു പിണ്ണാക്കൂല്ല അവിടെ. എന്നിട്ട് ഹോട്ടലിലെ പണിക്കാരൻ പറഞ്ഞില്ല പണം അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന്. പിന്നെ അതെങ്ങനെ ഇല്ലാണ്ടായി? താമ്പോ റെഡിയാണോ? അതിന് എനിക്കല്ലല്ലോ വിജിലൻസിൽ ജോലി. നിങ്ങൾ ഇതും പറഞ്ഞ് തെറ്റണ്ട. ഇന്നത്തോടെ ദിവസം കഴിഞ്ഞ് പോവൊന്നുമില്ലല്ലോ. നമുക്കൊരു വഴി ഉണ്ടാക്കാം. ഏതായാലും അവനെ കൊണ്ട് ഞാൻ ആ കാശ് തീറ്റിക്കൂല. അവന്റെ പിന്നാലെ ഞാനുണ്ടാവും. എടോ, തൻ്റെ ഒരാളുടെ വാക്ക് വിശ്വസിച്ചാൽ വീട്ടിൽ പണം ഞാൻ വെക്കാമെന്ന് സമ്മതിച്ചത്. കുഴപ്പമൊന്നുമില്ലല്ലോ. സാറ് ധൈര്യമായിട്ടിരിക്കുന്നത്.
ആ അത് മതി. സാറിൻ്റെ വീടാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം. പിന്നെ സാറ് ഒരു പകൽമാന്യനായോണ്ടേ ആരും സംശയിക്കത്തൊന്നുമില്ല. മോളെ ഹലോ, എന്താ വിളിച്ചേ? നിങ്ങൾ പറഞ്ഞിട്ടൊന്നും പറഞ്ഞ അലമാരി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ആ എത്തിയോ? ആ നല്ലൊരു അലമാര കണ്ടപ്പോ ഞാനങ്ങ് വാങ്ങി. ഇഷ്ടപ്പെട്ടാ? ആ ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിന് ലെഫ്റ്റ് സൈഡിലെ ഡോർ തുറക്കാൻ പറ്റുന്നില്ലെന്നേ. ലെഫ്റ്റ് സൈഡിലെ ചാവി കാണുന്നില്ലെന്ന്. തുറക്കാൻ പറ്റുന്നില്ലേ? ഒരു അതെ, ഞാൻ വന്നിട്ട് തുറക്കാം. നീ അത് കുത്തിപ്പൊളിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഓ ആ ശരി ശരി. സേഫായിട്ട് എത്തിയോ? സേഫായിട്ട് എത്തി. അവള് പറയാ പൈസ ഇരിക്കുന്ന ഡ്രോയുടെ ചാവി കാണുന്നില്ലെന്ന്. അതങ്ങനെ കാണാനാ? ചാവി എന്തേ അല്ലേ? സാറ് ഇതെപ്പെത്തി? ഞാനിപ്പോ എത്തിയുള്ളൂ. ആ ഞാൻ മോളെ ബസ് കയറ്റാൻ പോയതായിരുന്നു. സാറെന്താ വന്ന കാലം നിൽക്കുന്ന കയറിയിരിക്കേ? ഓ ഷൂ ഒക്കെ അഴിച്ചിട്ട് മനോജ് പോരും, പെട്ടെന്ന് പോണോ? അതാ. ആ അതെ, താൻ എന്താ തീരുമാനിച്ചത്? അങ്ങനെ തീരുമാനമൊന്നും ആയിട്ടില്ല സാറേ. പല വഴി ആലോചിക്കുന്നുണ്ട്. എടോ എന്തെങ്കിലും ഒന്നും തീരുമാനിക്കുക. 3 ദിവസമായി ആ സാധനം എൻ്റെ വീട്ടിലിരിക്കുന്നു. മനുഷ്യൻ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്റെ പൊന്ന് സാർ, സാർ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ? എടോ പിന്നെ ടെൻഷൻ അടിക്കാതെ എന്തോ ചെയ്യും? 3 കോടി രൂപയുടെ ക്യാഷാണ് വീട്ടിലിരിക്കുന്നത്. ആരെങ്കിലും ഒറ്റ കൊടുത്തതെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം ഒറ്റയ്ക്ക് ഞാൻ തന്നെ അനുഭവിക്കണ്ടേ? എന്നാ ഞാൻ ഒരു കാര്യം പറയാം, നമുക്കിതങ്ങ് വീതം വെക്കാം. അപ്പൊ അവനോന്റെ മുതൽ അവനോനങ്ങ് നോക്കിയാൽ മതിയല്ലോ. അത് കൊള്ളാമല്ലോ. ഒരു കാര്യം ചെയ്യാം. അങ്ങനെയാണെങ്കിലേ ഈ 25-ാം തീയതി രാത്രിയിൽ എൻ്റെ വീട്ടിൽ വെച്ച് വീതം വയ്ക്കാം. അതെന്താ 25-ാം തീയതി? അന്ന് മോള് വീട്ടിൽ കാണില്ല. മോളി ഉണ്ടെങ്കിൽ എന്താണ്? അത് ശരിയാവില്ല, അത് ശരിയാവില്ല. ആ 25-ക്ക് 25. അതുവരെ സാറൊന്നും ടെൻഷൻ അടിക്കാതിരിക്കോ? ഓ ഓക്കെ, ശരി ശരി ശരി. Why so serious cooking? Hey. പേടിച്ചോയോ? ഞാൻ പേടിച്ചൊന്നുമില്ല. എനിക്കറിയായിരുന്നു ഏതെങ്കിലും വൃത്തിയിട്ട കള്ളന്മാരായിരിക്കും. കള്ളന്മാരോ? ആ അതിനാ ഒറ്റക്കല്ലേ വന്നത്? ഇതെന്താണ്, പോലീസുകാരെ വീട്ടിലും ഗോതമ്പുണ്ടയോ? ഓരോരോ ശീലങ്ങളെ. അതെ, ഞാനൊരു കാര്യം ചോദിച്ചാ ഇയാൾക്ക് എന്തെങ്കിലും തോന്നുമോ? ആദ്യം ചോദിക്കേ, എന്നിട്ട് നോക്കാം തോന്നൂല്ലെന്ന്. ഇയാൾക്ക് ഈ മോഷണമൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? എന്തിന്? ഒരാൾക്ക് മാറത്തുള്ള ഒന്നും ഞാൻ മോഷ്ടിക്കാറില്ല. അതിപ്പോ പൊന്നാണെങ്കിലും ശരി, പണമാണെങ്കിലും ശരി. പിന്നെ ഹലോ, ഇതെന്താണ്? എവിടെയാണ്? എന്തുപറ്റി? ഇതെന്താ മുഖം വല്ലാതിരിക്കണ? അവളുടെ ബർത്ത്ഡേ 25-ാം തീയതി. അത് ആഘോഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെയാ. അതെന്താണ് ആഘോഷിക്കാൻ പറ്റാത്ത? കുട്ടികളുടെ ബർത്ത്ഡേ അല്ലേ ആഘോഷിക്കേണ്ടത്? അതൊക്കെ രസം. ഇവിടുത്തെ സിയനോട് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് 2 പേർക്കും കണക്കിന് കിട്ടി. ആഹാ, അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ആ ചിരിക്കി ഇങ്ങോട്ട് വാ. പണ്ടൊരു നാട്ടിൽ പാതിരാത്രിയിൽ ഓടിളക്കി ഞാൻ കഥ കയറി. അവിടെ നിന്നും ഈ പുതിയ കഥയിലൂടെ ഓടി ഞാൻ ഓടി